ഇവരെ കാണിച്ച സീന് എന്തോ ഒരു തട്ടിക്കൂട്ട്, അത് പിന്നെ അങ്ങനെയല്ലേ, ഒരു ചളി പോലെ എനിക്ക് തോന്നി. ഫുൾ ടൈം എന്റർടൈനർ ആവുന്നു പ്രതീക്ഷിക്കാം. പ്രതീക്ഷയുണ്ട് ആക്ച്വലി. ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. കാസ്റ്റിംഗ് വിജയ് ബാബു, പിന്നെ ഇവനൊക്കെ വന്ന് അജുക്ക് വന്നപ്പോൾ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇതാണ്. ഹലോ. അങ്ങനെ മറ്റൊരു സിനിമാ സംസാരവുമായിട്ട് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. വാഴ 2. എന്ത് പാടേ, ഇതായിരുന്നു അവസ്ഥ. അഭിനയിച്ചതായിരുന്നല്ലേ, ഞാൻ വിചാരിച്ചെന്ത് പറ്റി. എന്റെ പൊന്നെ, ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല. ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ നാളുകൾക്ക് ശേഷമാണ്. ഇപ്പൊ കണ്ടിട്ടുണ്ടോന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. ഒരു തിയേറ്റർ മൊത്തം ഒരാൾ പോലും വിടാതെ, ഞാൻ ഇത്രയും മറ്റേ വിസിലടിയും കയ്യടിയും ഓവിളിയൊക്കെ ചേർത്ത് ആദ്യമായിട്ടാണ് ഒരു തിയേറ്റർ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. പിള്ളേര് വിചാരിച്ച മാതിരില്ല കേട്ടോ, തൂക്കി. അതായത് അവര് ഈ റീൽസ് കളിക്കുന്ന അതേ അല്ല, അവരെ റേഞ്ച് വേറെയാണ്. അത് ഡയറക്ടറെ സമ്മതിക്കണം. കാരണം അങ്ങനെ ഒരു സാധനം അവർ ഊറ്റിയെടുക്കാൻ അയാൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ. ഞാൻ രാവിലെ കുറച്ച് റിവ്യൂസ് കേട്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് പോലെ തോന്നി, പക്ഷെ സെക്കൻഡ് ഹാഫ് വളരെ നന്നായിരുന്നു എന്നൊക്കെ ഉള്ളൊരു അഭിപ്രായം. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ ചിരിച്ചുകൊണ്ടിരുന്നു. ഒരു സെക്കൻഡ് പോലും തിയേറ്ററിലെ ബഹളവും ചിരിയും ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ചില ഡയലോഗിന് കയ്യടികള്. പിന്നെ പിള്ളേരുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് അത്രയും ഓരോ മലയാളികളുടെയും മനസ്സിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ളതെന്ന് അവരെ സ്ക്രീനിൽ കാണിക്കുമ്പോ ഉണ്ടാവുന്ന ആരവം. അതായത് നമ്മളെ നാട്ടിലെ തിയേറ്ററിലൊക്കെ പോലെ ഇവിടെ ദുബായിലെ തിയേറ്ററില് ഇതുപോലെ നമ്മുടെ ഭയങ്കര കയ്യടിയും ബഹളവുമായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ഐ എം റിയലി ഷെയിംഫുൾ. കാരണം ഇതിലെ ഒട്ടുമിക്ക ആൾക്കാർ എനിക്ക് അറിയ പോലും ഇല്ല. അത് മേ ബി ഐ എം ഔട്ട്ഡേറ്റഡ് അല്ലേ. എനിവേ, പക്ഷെ പിള്ളേര് പ്രതീക്ഷനേക്കാളും ഒരു 10 മടങ്ങ് ചെയ്തു പെർഫോമൻസ്. ഇനി എന്താ സംഭവിക്കാന്ന് പറഞ്ഞുതരാം. ഞാൻ വരുമ്പോ അതായിരുന്നു ആലോചിക്കുന്നത്. ഇവരെ കൊണ്ട് ഇദ്ദേഹം ചെയ്യിപ്പിച്ചു, ഡയറക്ടർ ചെയ്യിപ്പിച്ചു. അവര് ഇനി ഒരു സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ടല്ലോ, ആ സിനിമയിൽ അവർക്ക് ഇതുപോലെ പെർഫോമൻസ് വന്നിട്ടില്ലെങ്കിൽ അവർക്ക് കുറ്റം വരില്ല. ഇനി പറയും ആ ഡയറക്ടർക്ക് അഭിനയിപ്പിക്കാൻ അറിയായിട്ടാണ് എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ. അതൊരു ബെഞ്ച് മാർക്ക് അവർ ക്രിയേറ്റ് ചെയ്തു ആ ഫസ്റ്റ് വരവിൽ തന്നെ. ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ചിരിച്ചിരിച്ചിരിച്ച് ഈ അടുത്ത ചിരി ലെവല്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഈ ചിരിച്ച കാര്യമെല്ലാം ഞാൻ മറന്നുപോയി. കരഞ്ഞു എനിക്ക് വയ്യാണ്ടായി. പക്ഷെ എന്താണെന്നറിയോ, ഞാൻ ഇതിനെ ഒരു റൈറ്റിംഗിന്റെ ബ്രില്യൻസ് എന്ന് പറയുള്ളൂ, അല്ലാതെ ഇതിനൊരു കഥയുണ്ട് അല്ലെങ്കിൽ സ്റ്റോറി ലൈൻ. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോ എങ്ങനെ കഥ പോകുന്നു, എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നൊന്നുമില്ല. അത് ഓരോരോ ഇൻസിഡന്റ് പോലെ കാണിച്ച് നമ്മൾ ആ ഇമോഷനിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം. അല്ലാതെ ഇത് കണക്ട് ചെയ്യുമ്പോ അങ്ങനെ ഒരു നമുക്കൊരു സ്റ്റോറി ലൈനിൽ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, ഇമോഷൻ, അതൊന്നും ഇതിൽ വരില്ല. അതെ അതെ, അങ്ങനെ ബ്രില്യന്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈവൻ ആ സിനിമ ആ ക്ലൈമാക്സോടുകൂടി അവസാനിക്കുകയാണെങ്കിൽ അത് ഇത്രയും ഇതാവില്ല. അതിനൊരു ടൈലന്റ് വന്നപ്പോഴാണ് എന്റെ അമ്മ അതാ പറഞ്ഞത്. ആദ്യത്തെ എന്റെ ഫീലിംഗ് ഒക്കെ ചിരിച്ച് എല്ലാരോടും പോയിട്ട് ചിരിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ പറയണ്ടെന്ന്. രണ്ടാമത്തെ അമ്മ അയ്യോ കരഞ്ഞ് അപ്പൊ ഓക്കെ കരഞ്ഞ ഇമോഷൻ തന്നെ പിടിച്ച് നമ്മൾ സംസാരിക്കാതൊക്കെ വിചാരിച്ചേ ലാസ്റ്റിന് മറ്റേ സാധനം വന്ന് പറയാണ്ട് ആദ്യം ഇമോഷൻ. അത് ഭയങ്കര ബ്രില്യന്റ് പ്ലേസ്മെന്റ് ആയിട്ടുണ്ട്. അത് ഡയറക്ടർ ഒരു കോളാണോ അല്ലെങ്കിൽ റൈറ്റർ തന്നെ അങ്ങനെ ഒരു സീൻ എഴുതി വെച്ചത് ആണോ എങ്ങനെയാണെന്നറിയില്ല. ഇറ്റ് വർക്ക് വെൽ. പിന്നെ എനിക്ക് പോരായ്മകൾ തോന്നിയെന്ന് വെച്ചാൽ ഇപ്പൊ ഈ അച്ഛൻ മകൻ ബന്ധത്തിലൊന്നും ആ ഒരു ബോണ്ടിങ് കൊണ്ടുവരാനൊന്നും അതിനൊന്നും കഴിഞ്ഞിട്ടില്ല. ആ ഒരു ഇമോഷൻ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. അത് ആക്ച്വലി അവർ അച്ഛനും മോനും ആയതുകൊണ്ടായിരിക്കും. അല്ല
പക്ഷേ അല്ല, ഇതിൽ കൂടുതൽ എനിക്ക് അങ്ങനെയൊന്നും siblings ഉള്ള, അതായത് സിബ്ലിങ്സ് ഉള്ളവർക്ക് അത് മനസ്സിലാവും, കൂടുതൽ കണക്ട് ആവും. connect അപ്പൊ അങ്ങനെ ഒരു ഇമോഷനാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത്. അത് വർക്കായിട്ടുണ്ട്. പക്ഷെ അതൊരു സ്റ്റോറി ലൈൻ പോലൊന്നുമില്ല നമുക്ക് തോന്നുക. ഓരോരോ ഇൻസിഡന്റ് പക്ഷേ ഇത് എടുത്തു വെച്ച രീതി വെച്ച് ഇമോഷണലി നമ്മളെ പിടിച്ചിരുത്തും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സാധനം. അല്ലെങ്കിൽ ഇപ്പൊ എത്ര വർക്കായി ആക്ച്വലി എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇതാണ്. ഞാനൊരു ബർഗർ കഴിച്ചോണ്ടിരിക്കുന്നതിന് അതിന്റെ പകുതിക്ക് വെച്ചിട്ട് ഞാൻ എപ്പോഴാ അത് താഴെ വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനത് വെച്ചു താഴെ. പിന്നെ രണ്ടാമത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് തണുത്ത് മീൻസ് ഞാൻ സിനിമയിൽ മുഴുകിയിട്ട് ഞാൻ അത് വെച്ച് പോയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. എല്ലാരും തിയേറ്ററിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ പറയും മസ്റ്റ് വാച്ച് മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം. എനിക്കുണ്ടല്ലോ, എനിക്ക് ഓരോ എന്താ പറയാ, നമ്മൾ കണ്ടു വന്ന് പാതിക്ക് 1 മണി നിൽക്കുന്ന നേരത്താണ് ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്രയും പ്രാന്ത് പിടിച്ചിട്ടായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയിട്ട് കാണാം. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമാണ്. അതെ, കാരണം ഇവർക്ക് വർക്കാനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വണ്ടിയിൽ ഇരുന്നിട്ട് ഇത് വന്ന് പറയാനൊക്കെ. ഓരോരോ ആൾക്കാർക്ക് ഓരോ രീതിയിലല്ലേ. എനിക്ക് വർക്കായി. കാരണം എന്താ വെച്ചാൽ എനിക്ക് എവിടേക്കോ ഒരു സ്ഥലത്ത് അമ്മേന്റെ ഒരു ഗ്ലിംസ്, ഒരു സ്ഥലത്ത് അച്ഛന്റെ ഒന്ന്, ഒരു സ്ഥലത്ത് അനിയന്റെ ഇത്, ലൈക്ക് എവിടെയൊക്കെയോ കണക്ട് ആവുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്കൂൾ സംഭവങ്ങളൊക്കെ വളരെ, അത് പറയാതിരിക്കാൻ പറ്റില്ല. സത്യം. കാരണം കറക്റ്റ് ആ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് കണക്ട് ആവുമല്ലായിരുന്നു. ഈവൻ ആ തിയേറ്ററിലെ സീനും അതൊക്കെ. അതെ, തിയേറ്ററിലെ സീൻ എന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടികൾ കേൾക്കണ്ടാത്ത വല്ല ഭാഷ പ്രയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി ഉണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഈ കാലഘട്ടത്തിലൊക്കെ അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊക്കെ വളരെ അടിപൊളിയായിട്ട് ബ്രില്യന്റ് ആയിട്ട്. അത് ഡയറക്ടർ പൊളി പുതിയ ഡയറക്ടറല്ലേ, വാഴയുടെ ഡയറക്ടറല്ലേ വേറെ. ഇവൻ അൽഫോൻസ് പുത്രനോ എന്റെ അമ്മോ, എനിക്ക് വയ്യ. നമുക്ക് എന്തൊക്കെ ഇതിനകത്ത് പറയണം, എന്തൊക്കെ ഇതിനകത്ത് പറയണ്ടെന്നൊരു ഐഡിയ കണക്ട് ആവാത്ത സീനുകളൊന്നുമില്ല. എല്ലാം നമുക്ക് കണക്ട് ആവും. എല്ലാം കണക്ട്. പിന്നെന്താന്ന് വെച്ചാല് അതെ ചില ബാത്റൂമുകൾ പെയിന്റ് അടിച്ച അനുഭവം ഒക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. അത് സിനിമ കണ്ട് വന്നവർക്ക് മനസ്സിലാവും. മതി ടാറ്റാ, ബൈ ബൈ. അടുത്ത റിവ്യൂവിൽ കാണുന്നത്. അപ്പൊ അടിപൊളി സിനിമയാണ്. എല്ലാരും തിയേറ്ററിൽ പോയി കാണുക. ബൈ.